അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, ജീവിത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, ശത്രുദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്ഭുതകരമായ ഒരു വഴിയാണ്. ഒരുപാട് ആളുകൾ വളരെ വിഷമത്തോടെ സങ്കടത്തോടെ പറയാറുണ്ട്, ഉസ്താദെ ഒരുപാട് ശത്രുക്കളുണ്ട്, കുടുംബത്തിൽ ശത്രുക്കളുണ്ട്, സമൂഹത്തിൽ ശത്രുക്കളുണ്ട്, അയൽവാസികളിൽ ശത്രുക്കളുണ്ട്, കൂട്ടുകാരിൽ ശത്രുക്കളുണ്ട്, ജീവിക്കാൻ വല്ലാത്ത പേടിയാണ്, വല്ലാത്ത പ്രയാസമാണ്. ശത്രുക്കളുടെ ആ ബുദ്ധിമുട്ട് കാരണം ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയാൻ പോകുന്ന അമല് വളരെ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതല്ലെങ്കിൽ ശത്രുക്കള് നിങ്ങളെ മിത്രങ്ങളായി മാറും. നിങ്ങളെ ശത്രുക്കൾക്ക് അള്ളാഹു നല്ല മനസ്സ് കൊടുക്കും. പിന്നെ ഒരിക്കലും അവരെ പേടിച്ച് ജീവിക്കണ്ട. നിന്റെ ശത്രു എത്ര ശക്തനാണെങ്കിലും, നിന്റെ ശത്രു എത്ര വലിയ സമ്പന്നനാണെങ്കിലും, നിന്റെ ശത്രു എത്ര വലിയ അധികാരമുള്ള ആളാണെങ്കിലും, ഞാൻ ഈ പറയാൻ പോകുന്ന അമല് ചെയ്താൽ ആ ശത്രു പിന്നെ ഒരിക്കലും നിന്നെ ആക്രമിക്കൂല. ആ ശത്രുവിനെ നീ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്താണ് നാം ചെയ്യേണ്ടത്? ആദ്യം ശരീരം ശുദ്ധിയാക്കുക, കുളിച്ച് വൃത്തിയാകുക എന്നുള്ളതാണ്. അതിനുശേഷം ഉളൂഇന്റെ ഷർത്തും ഫർളും സുന്നത്തും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ഉളൂ എടുക്കുക. ഉളൂ എടുത്തതിന് ശേഷം പരിശുദ്ധ ഖുർആൻ എടുക്കണം. പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഖുർആനിലെ 85-ാമത്തെ സൂറത്തുണ്ട്. ആ സൂറത്ത് ഓതുന്നതിന്റെ മുമ്പ് നമ്മളെ വീടിന്റെ മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുക്കണം. അങ്ങനെ ഒരു പിടി മണ്ണ് വാരിയെടുത്തിട്ട് ഖുർആനിലെ 85-ാമത്തെ സൂറത്ത് അഥവാ സൂറത്തുൽ ബുറൂജ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ഈ സൂറത്ത് മുഴുവനായി പാരായണം ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം പാരായണം ചെയ്ത് നമ്മളെ കയ്യിലുള്ള ആ മണ്ണിലേക്ക് മന്ത്രിച്ചൂതുക. മന്ത്രിച്ചൂതിയതിനു ശേഷം നമ്മളെ മുറ്റത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആ മണ്ണ് വലിച്ചെറിയുക. ഇൻഷാ അല്ലാഹ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിന്റെ ശത്രുവിന്റെ മനസ്സ് നന്നാവുന്നതായി കാണാം. നിന്റെ ശത്രു നിന്റെ മിത്രമായി മാറുന്നതായി കാണാം. അതല്ലെങ്കിൽ നിന്റെ ശത്രു ഒരിക്കലും നിന്നിലേക്ക് വരികയില്ല, നിന്നെ ആക്രമിക്കുകയില്ല, നിന്നിലേക്ക് അടുക്കുക പോലും ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രു നശിച്ചു പോകണം, ശത്രു മരിച്ചു പോകണം, ശത്രു നശിച്ച് പണ്ടാരണങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടെ ആരും ഈ അമല് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിക്കുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ശത്രുവിന്റെ ആ ബുദ്ധിമുട്ടിൽ നിന്ന്, ആ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാ മുദില്ലു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ് എന്ന ഇസ്മ ധാരാളമായി അധികരിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഒക്കെ എപ്പോഴും പാരായണം ചെയ്താൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. അള്ളാഹുവെ, എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ. ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. എല്ലാവിധ ഉപദ്രവങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. പേടിയില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്ക് നീ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. അവരെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവിധ ദുരന്തങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, സിഹിർ കണ്ണേറുകളെ തൊട്ട്, പൈശാചികമായ ബാധകളെ തൊട്ട്, ജിന്നബാധയെ തൊട്ടൊക്കെ ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റഹ്മാനെ. ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.